ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ ചോയ്സ് ബൈ അമ്മു. നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് പിസ്സയാണ്. ഓവനില്ലാതെ നമുക്ക് നമ്മുടെ ദോശ തവയിൽ എങ്ങനെ നമുക്ക് വീട്ടിൽ പിസ്സ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. ആദ്യം നമ്മളൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഈസ്റ്റും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഈസ്റ്റ് കുറച്ചാണ് എടുക്കുന്നുള്ളൂ, കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ട് ഈസ്റ്റ് ഞാൻ കുറച്ചാണ് യൂസ് ചെയ്യാറുള്ളൂ. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. അതിനുശേഷം വേറൊരു ബൗളെടുത്തിട്ട് അതിൽ ഒരു 1.5 കപ്പ് മൈദയും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതിനുശേഷം നമ്മൾ ആ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചായിരുന്ന ആ മിക്സ് എടുത്ത് അതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന രൂപത്തിൽ കുഴച്ച് കുറച്ച് എണ്ണയൊക്കെ പുരട്ടി ഒരു ബൗളിൽ മാറ്റി വയ്ക്കാം. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എയർ ടൈറ്റ് ആയിട്ട് ഒരു അടപ്പ് വെച്ച് വേണം അത് ടൈറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട്. 2 മണിക്കൂറിന് ശേഷം നന്നായിട്ട് പൊന്തി നല്ല പഫ് രൂപത്തിലായിട്ടുണ്ടാവും. എന്നാലാണ് പിസ്സ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇതിലേക്ക് നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു സവാള, ഒരു പകുതി ക്യാപ്സിക്കം, 3 സ്ലൈസ് ചീസ്, പിന്നെ ആവശ്യത്തിനുള്ള ടൊമാറ്റോ സോസ്. ടൊമാറ്റോ സോസ് എൻ്റെ കയ്യിൽ കുറച്ചുണ്ടായുള്ളൂ, അതാണ് ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ. സോസ് ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ തക്കാളി എടുത്ത് അത് വെള്ളത്തിലിട്ട് വേവിച്ച് അതിൻ്റെ തൊലി കളഞ്ഞ് മിക്സിയിലിട്ട് അരച്ച് ഇപ്പോൾ ചെയ്യുന്ന പോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യേണ്ടി വരും. അതിനുശേഷം ഒരു പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ഇടാം. അതിനുശേഷം നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ഗോൾഡൻ കളറായി മാറുന്ന വരെ വെയിറ്റ് ചെയ്യുക. എന്നാലാണ് ആ സോസിന് നമ്മൾ ഗാർലിക്കിൻ്റെ ടേസ്റ്റ് നല്ലപോലെ കിട്ടുള്ളൂ. അതിനുശേഷം ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ പിസ്സ സോസാണ് റെഡിയാക്കുന്നത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള തക്കാളി പേസ്റ്റ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ടൊമാറ്റോ സോസ്, ഇതിലേത് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. തക്കാളി പേസ്റ്റ് ആണെങ്കിൽ 2 ടീസ്പൂൺ പഞ്ചസാര നമ്മുടെ കയ്യിൽ മിക്സ് ചെയ്യണം. സോസ് ഇപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഉള്ളത്, അതൊന്ന് കുറുകി വരണ വരെ നന്നായിട്ട് തിളപ്പിക്കാം. സോസ് നന്നായിട്ട് കുറുകി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു ദോശ തവ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിലോ വെളിച്ചെണ്ണയോ തൂവി കൊടുക്കുക. നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം. നമ്മളിപ്പോൾ ഇവിടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല, എല്ലാം ശരിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യണുള്ളൂ. അതിനുശേഷം നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് എടുത്ത് കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ട് വേണം ആ മാവ് എടുത്ത് ഈ ദോശ തവയിൽ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കയ്യിൽ എണ്ണയില്ലെങ്കിൽ കയ്യിലൊക്കെ നിറയെ ഒട്ടിപ്പിടിയും. അതുകൊണ്ട് നമ്മൾ എണ്ണ തേച്ചിട്ട് വേണം ഒരു ദോശ പരത്തണ പോലെ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ പരത്തിയെടുക്കുക. നമ്മൾ ദോശ തവയുടെ വലുപ്പത്തിൽ നന്നായിട്ട് പരത്തിയെടുക്കണം. നമ്മളിവിടെ അത് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് വേവാനാണ് നമ്മൾ ഈ ഫോർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ സോസൊക്കെ കറക്റ്റായിട്ട് ആ മാവിലേക്ക് ഇറങ്ങാനും. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് എടുത്ത് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒഴിച്ച് എല്ലായിടത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ സോസ് കുറച്ച് കുറവാണ്, കുറച്ച് അധികം സോസ് എടുത്താൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സോസ് ഇഷ്ടമുള്ളതിനനുസരിച്ച് എടുക്കുക. സോസ് ഇഷ്ടമുള്ളവരും ഇഷ്ടമല്ലാത്തവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവിനനുസരിച്ച് സോസ് എടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ക്യാപ്സിക്കം ഇതൊക്കെ ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സവാളയായാലും ക്യാപ്സിക്കം ആയാലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ എടുക്കുക. ഇതിൻ്റെ കൂടെ ക്യാരറ്റ്, നമ്മളൊരു വെജിറ്റബിൾ പിസ്സ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ്, ക്യാബേജ് എന്നിവ എടുക്കാവുന്നതാണ്.
നമ്മൾ അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം ഒരേ സൈസിൽ അരിയാൻ ശ്രമിക്കണം. ചെറുതായിട്ടാണെങ്കിൽ ചെറുതായിട്ട്, നീളത്തിലാണെങ്കിൽ നീളത്തിൽ. അതിനൊരു ഭംഗി കിട്ടാനാണ് അങ്ങനെ പറയുന്നത്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 സ്ലൈസ് ചീസ് ഞാൻ ചെറിയ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിരത്തി വയ്ക്കുക. ചീസ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതലെടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്ത് വന്നപ്പോൾ എനിക്ക് 2 സ്ലൈസ് ചീസാണ് ആവശ്യം വന്നുള്ളൂ. നമ്മൾ വെജിറ്റബിൾ പിസയ്ക്ക് പകരം നോൺ വെജാണ് ഉദ്ദേശിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ചിക്കനോ ബീഫ് എന്താണെന്നുള്ളതെങ്കിൽ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് ഈ സവാളയുടെയും ക്യാപ്സിക്കത്തിൻ്റെയും ഒപ്പം നമുക്ക് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കയ്യിൽ ചില്ലി ഫ്ലെക്സ് ഉണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഇത്ര കാര്യങ്ങൾ ചെയ്തത് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കാതെയാണ് നമ്മൾ ഇത്ര കാര്യങ്ങൾ ചെയ്തത്. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ ആ ദോശത്തവ ഒന്ന് ചൂടാക്കിയെടുക്കാം. തീ ഒരിക്കലും കൂട്ടിയിടരുത്. നമ്മൾ അടിഭാഗം കരിഞ്ഞു പോയാൽ പിസ്സ നല്ല ഹാർഡായിട്ടിരിക്കും. അതുകൊണ്ട് തീ ഒരിക്കലും കൂട്ടിയിടരുത്. അതിനുശേഷം ഇതുപോലൊരു പഴയ അലൂമിനിയത്തിൻ്റെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ ആ ഫ്ലെയിമിൻ്റെ നേരെ ഗ്യാസുമ്മ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ആ അടപ്പ് നന്നായിട്ട് ചൂടാകുമ്പോൾ ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ദോശത്തവ ആ അടപ്പിൻ്റെ മുകളിലേക്ക് എടുത്തു വെച്ച് കൊടുക്കാം. നമ്മൾ പിസ്സയുടെ അടിഭാഗം ഹാർഡാവാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത്. അതിനുശേഷം പിസ്സ അടച്ചു വെച്ചതിന് ശേഷം തീ ലോ ഫ്ലെയിമിലിടാം. ഏറ്റവും കുറച്ച് നമ്മൾ മാക്സിമം കുറച്ചിടാം. അതിനുശേഷം ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ നമ്മളിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും. ചീസൊക്കെ മെൽറ്റായി നല്ല ആവി വറക്കുന്നുണ്ടാവും. നമ്മുടെ ഹോം മെയ്ഡ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓവൻ ഇല്ലെങ്കിലും വീട്ടിൽ ഈസി ആയിട്ട് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. നമുക്കും ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂടോടുകൂടി തന്നെ ആ ദോശത്തവയിൽ നിന്ന് ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഈ പിസ്സ പെട്ടെന്ന് തന്നെ മാറ്റണം. അതിൽ തന്നെ വെച്ച് ചൂടാറ്റാൻ വയ്ക്കരുത്. കാരണം പിസ്സയുടെ അടിഭാഗം നന്നായിട്ട് ഹാർഡാവാൻ നല്ല ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചെറിയ റെസിപ്പി ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.